ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഓരോ ദിവസവും ദൈവത്തിൻ്റെ സഫലതയും നന്മയും അനുഗ്രഹങ്ങളുമെല്ലാം നമുക്ക് അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം നമ്മോട് കാണിക്കുന്ന സ്നേഹത്തിനും കരുണയ്ക്കുമൊക്കെയായി ദൈവത്തെ വാഴ്ത്തുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ പകരട്ടെ എന്ന് ദൈവത്തോട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും നമുക്ക് വചനം തന്നും വാക്ക് പറഞ്ഞുറപ്പിച്ചൊക്കെ ശക്തീകരിക്കുന്ന ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന നമ്മെ കർത്താവ് കടാക്ഷിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട്, അതിലുപരി നമ്മെ ഒത്തിരി സ്നേഹിക്കുന്ന, നമ്മെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്താൻ വചനം തന്നും പ്രാർത്ഥിക്കുന്നവരെ കൂട്ടിന് തന്നും ഉപദേശം തന്നൊക്കെ ഒത്തിരി കരുതുന്ന ദൈവത്തെ ഞാനും ഒരുപാട് സ്തുതിക്കുന്നു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം ശൗമേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 1 ശൗമേൽ 24 അധ്യായം 9 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 1 ശൗമേൽ 24 അധ്യായം 9 വാക്യം. ശൗൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാവീദ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് ശൗലിനോട് പറഞ്ഞതെന്തെന്നാൽ, ദാവീദ് നിനക്ക് ദോഷം വിചാരിക്കുന്നു എന്ന് പറയുന്നവരുടെ വാക്ക് നീ കേൾക്കുന്നത് എന്ത്? ഒന്നുകൂടെ പറയാം. ദാവീദ് നിനക്ക് ദോഷം വിചാരിക്കുന്നു എന്ന് പറയുന്നവരുടെ വാക്ക് നീ കേൾക്കുന്നത് എന്ത്? ഒരു നിർണായക നിമിഷം ദാവീദും ശൗലുമായിട്ട് ഭയങ്കര പ്രശ്നം നടന്നു വരുമ്പോൾ, ദാവീദിനെ കൊല്ലാൻ വേണ്ടി ശൗല് എല്ലാം മാറ്റിവെച്ച് നേരിട്ട് ആയുധവുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന സമയം, 24 അധ്യായത്തിനകത്ത് ഫെലിസ്ത്യരെ ശൗല് ഓടിച്ചു കളഞ്ഞതിന് ശേഷം എൻഗേദി മരുഭൂമിയിൽ ദാവീദ് എവിടെയോ ഒളിച്ചിരിക്കുന്നു എന്ന് അറിവ് കിട്ടിയപ്പോൾ ശൗല് ദാവീദിനെ തപ്പി ഇറങ്ങി. അങ്ങനെ ഇറങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി ഈ മരുഭൂമിയിൽ എവിടെയോ ഒളിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് ഇല്ലാതാക്കാൻ വേണ്ടി ശൗല് രണ്ടും കൽപ്പിച്ചിറങ്ങി. അങ്ങനെ കുറേ അന്നത്തെ കാലത്ത് നടന്ന് ഓടി കാട്ടിലൂടെയും മരുഭൂമിയിലൂടെയും പാറക്കെട്ടുകൾക്കിടയിലൂടെയൊക്കെ നടന്നിട്ട് ക്ഷീണമകറ്റാൻ വേണ്ടി ഒരു ഗുഹയ്ക്കകത്ത്, എൻഗേദി മരുഭൂമിയിലെ ഒരു ഗുഹയ്ക്കകത്ത് ശൗല് കയറി. ഒരല്പ വിശ്രമത്തിന് കയറി. വെയിൽ കൊണ്ടും ക്ഷീണിച്ചുമൊക്കെ എൻ്റെ ഒരു പെട്ടെന്ന് ഒരു പക്ഷേ ഗുഹയ്ക്കകത്ത് കയറി അദ്ദേഹം അങ്ങ് ക്ഷീണിച്ചുറങ്ങിപ്പോയി കാണും. ഒരു വലിയ കാര്യമെന്ന നിലയ്ക്ക് ഈ ഗുഹയ്ക്കകത്ത് ദാവീദും തൻ്റെ ആളുകളും ഉണ്ടായിരുന്നു. അതിനകത്തേക്കാണ് ശൗലി എന്ന് കയറിയത്. ശരിക്കും ആ ഗുഹയ്ക്കകത്ത് വെച്ചിട്ട് വലിയ സംഘടന നടക്കാമായിരുന്നു. മൽപ്പിടുത്തം, ചോരപ്പുഴ ഒക്കെ ഉണ്ടാകാമായിരുന്നു. പക്ഷെ ദൈവമാണ് സകല കാര്യങ്ങളുടെയും തിരക്കഥ രചിക്കുന്നത് എന്നതിന് കൃത്യമായി തെളിവെന്ന വണ്ണം ഇവിടെ വെച്ച് ദാവീദിൻ്റെ ആളുകൾ ദാവീദിനോട് പറഞ്ഞു, ദേ നിൻ്റെ ദൈവം നിൻ്റെ ശത്രുവിനെ നിൻ്റെ കയ്യിൽ കൊണ്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ദിവസം ഇന്ന് അവനെ തീർത്തു തരാം. ദാവീദ് അവരെ വിലക്കിട്ട് പറഞ്ഞു, വേണ്ട, ദൈവത്തിൻ്റെ അഭിഷേകത്തിന് നേരെ കൈയെടുക്കാൻ പാടില്ല. ക്ഷീണാവസ്ഥയിൽ കൂർക്കം വലിച്ചുറങ്ങുന്ന ശൗലിൻ്റെ മേലങ്കിയുടെ അഗ്രം അല്പം മുറിച്ചെടുത്തു. എന്നിട്ട് പതുങ്ങി ആ ഗുഹയുടെ ഒരു ഭാഗത്ത് അദ്ദേഹം ഒതുങ്ങിയിരുന്നു. കൊല്ലാൻ വേണ്ടി തൻ്റെ അംഗരക്ഷകരായി കൂടെ നിൽക്കുന്നവർ ശൗലിനെ ഇല്ലാതാക്കാൻ നോക്കിയവരെ വിലക്കി അവരെ വാപൊത്തി ഒരു മൂലയിലിരുത്തി. കുറേ കഴിഞ്ഞപ്പോൾ ക്ഷീണം മാറ്റി ശൗല് ഗുഹയ്ക്കകത്തുനിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ശൗലിനെ ദാവീദ് പുറകിൽ നിന്ന് വിളിച്ചു, യജമാനനെ. വിളികേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദാവീദാണ്. അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം ശത്രുവിനെ തപ്പി ഇറങ്ങിയവൻ ഇത്ര മുമ്പിൽ വന്ന് ഇത്ര ധൈര്യത്തോടെ വിളിക്കണമെങ്കിൽ ദാവീദ് ആരാ? നിങ്ങൾ ഓർത്തു നോക്കിയാൽ മനസ്സെന്താ? എന്നിട്ട് സാഷ്ടാംഗം വീണിട്ട് പറഞ്ഞു, എന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ തപ്പി ഇറങ്ങുന്നത്? ഞാൻ അങ്ങയ്ക്കൊരു ദ്രോഹം ചെയ്യുന്ന ആൾ. ഇതാ അങ്ങയുടെ വസ്ത്രാഗ്രം എൻ്റെ കയ്യിൽ അങ്ങേ കിട്ടിയതാ. ഞാൻ ഒരു ദ്രോഹം ചെയ്യാതെ വിട്ടു. ഞാൻ ഒരിക്കലും അങ്ങയുടെ ശത്രുവല്ല എന്നൊക്കെ പറഞ്ഞിട്ട് 9 വാക്യത്തിനകത്തൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ദൈവം മനസ്സിൽ തന്നിരിക്കുന്നത്. എന്താണ് ചോദ്യം? ദാവീദ് നിനക്ക് ദോഷം വിചാരിക്കുന്നു എന്ന് പറയുന്നവരുടെ വാക്ക് നീ കേൾക്കുന്നത് എന്ത്? മനുഷ്യജീവിതത്തിന് ഇൻഫ്ലുവൻസ്, മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേട്ടുപോകും എന്നുള്ളതൊരു പരമാർത്ഥമാണ്.
ആളുകൾ പറയുന്നത് കേട്ട് എന്തെല്ലാം അബദ്ധത്തിൽ നമ്മൾ ചാടിയിട്ടുണ്ട്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് എന്തെല്ലാം ബന്ധങ്ങൾ നമ്മൾ തകർത്ത്. പിന്നെയാണ് നമ്മൾ അറിയുന്നത് ഇവൻ നമ്മളെ ചുമ്മാ പറഞ്ഞു പറ്റിച്ചതാ, ഇവൻ അസൂയ കൊണ്ട് പറഞ്ഞതാ, ഇവൻ ചുമ്മാ കള്ളത്തരം പറഞ്ഞതാ എന്ന് നമ്മൾ അറിഞ്ഞത് എപ്പോഴാണ്? ചില നല്ല ബന്ധങ്ങൾ തീർന്നതിന് ശേഷം, ചില വലിയ നഷ്ടങ്ങൾ സംഭവിച്ചതിന് ശേഷം എപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമുക്ക് വിരോധമായി പലരും പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മളോട് പലരും പറഞ്ഞു തന്നത് വെറും പച്ചക്കള്ളമായിരുന്നെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വാചകം നിങ്ങൾ ബൈബിൾ തുറന്നൊന്ന് വായിക്കണേ. ദാവീദ് ശൗലിനോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കേട്ടോ? ദാവീദ് നിനക്ക് ദോഷം വിചാരിക്കുന്നു എന്ന് പറയുന്നവരുടെ വാക്ക് നീ കേൾക്കുന്നത് എന്തിനാ? അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കണം, ശൗലിൻ്റെ അടുക്ക പോയി ചെവി ചെന്ന് ഇടയ്ക്കിടയ്ക്ക് ചിലർ പറയുന്നുണ്ട്, യോ ദാവീദിനെ വിശ്വസിക്കരുത് കേട്ടോ, അയ്യോ നിൻ്റെ മരുമോനൊക്കെയാ, ആരും ശരിയാ, വലിയ കൃപയുള്ളവനൊക്കെയാ, വിശ്വസിക്കരുത്, നിനക്കെതിരെ ഭയങ്കര പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക, തന്ത്രശാലിയാ, അവനെ കണ്ടാൽ തന്നെ കാണുന്നില്ലേ, പൊക്കം കുറഞ്ഞവനാ, ഭയങ്കര സംഭവമാണ്, അവനെ കണ്ട കള്ളദൃഷ്ടി. ഇതൊക്കെ ചുമ്മാ പറയും എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ദാവീദിനെയും ശൗലിനെയും തമ്മിൽ പിണക്കാൻ വേണ്ടി എന്തൊക്കെയോ എല്ലാ ദിവസവും ശൗലിൻ്റെ ചെവി ചെന്ന് മന്ത്രിക്കുന്ന ആരൊക്കെയോ അവരുടെ ഇടയിലുണ്ടായിരുന്നു. കഷ്ടം. ഇന്നും ഉണ്ട് ദൈവമക്കളെ, ഇന്നും ഉണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ, അപ്പനും മക്കൾക്കും ഇടയിൽ, മരുമകൾക്കും അമ്മായിയമ്മയ്ക്കും ഇടയിൽ, വിശ്വാസിക്കും പാസ്റ്റർക്കും ഇടയിൽ, സ്നേഹിതന്മാർക്കിടയിൽ, ആത്മബന്ധങ്ങൾക്കിടയിൽ, ദാസനും യജമാനനും ഇടയിൽ ആരൊക്കെയോ ഉണ്ട്. ഈ ലോകമുള്ള കാലത്തോളം അതുണ്ടാകും. കാരണം ഈ ലോകത്തിൻ്റെ വ്യവസ്ഥ അതല്ലേ. ഇല്ലാ കഥകൾ ചെന്ന് കാതിൽ പറയുന്നവർ. ഇന്ന് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ അല്ല ഈ വചനം ലക്ഷ്യമാക്കുന്നത്. ദാവീദ് ചോദിച്ച കേട്ടോ, ഇവരെയൊക്കെ തപ്പിപ്പിടിച്ചിട്ട് ഇല്ലാതാക്കാൻ നോക്കിയാൽ നടക്കില്ല. പക്ഷേ ശൗലിനോട് കെഞ്ചി ചോദിക്കുക, അങ്ങൊന്ന് എന്തിനാ ഇതൊക്കെ വിശ്വസിക്കുന്നേ? ആരെങ്കിലും വന്ന് പറയുമ്പോഴേക്ക് അങ്ങെന്തിനാ ഈ പ്രഷർ കയറി പെട്ടെന്ന് എടുത്തിയാടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്? നമുക്ക് തമ്മിൽ അങ്ങനൊരു ബന്ധമല്ലല്ലോ. ഇന്നും ഇന്നലെ നമ്മൾ കാണാൻ തുടങ്ങിയതാണോ? ആ നിഷ്കളങ്ക മനസ്സ് നിങ്ങൾ കണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഈ ദാവീദിൻ്റെ, അല്ല ഞാൻ രണ്ടും ചോദിക്കുക, നിങ്ങളിപ്പോൾ ഈ വാക്യം വെച്ചുകൊണ്ട് ആരുടെ സ്ഥാനത്താണ്? ശൗലിൻ്റെ സ്ഥാനത്താണോ ദാവീദിൻ്റെ സ്ഥാനത്താണോ? അതെയോ ഈ കൂട്ടിക്കുളത്ത് നടത്തുന്ന ഈ ചെവി ചെന്ന് വേണ്ടാധീനം പറഞ്ഞു കൊടുക്കുന്ന ചാരന്മാരുടെ ഭാഗത്താണോ? മൂന്ന് കൂട്ടരെ എവിടെ കാണാം. ഒന്ന്, ആരോ പറഞ്ഞു കേട്ടതുകൊണ്ട് സ്വന്തം ചങ്കായവനെ പോലും തെറ്റിദ്ധരിക്കുന്ന ആളുകൾ. കൂടെ കിടക്കുന്ന, കൂടെ ജീവിക്കുന്ന, കൂടെ നടക്കുന്ന ആളുകളെ ആണ്ടിലൊരിക്കൽ കാണുന്ന, വല്ലപ്പോഴും മാത്രം കാണുന്ന ആരെങ്കിലും ഒരാൾ വെച്ചു കൊടുക്കുന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ചുമ്മാ പൂള് വെച്ച് കൊടുക്കുക എന്ന് പറയും. എൻ്റെ ചെറുപ്പത്തിലൊക്കെ വെറുതെ ആപ്പ് വെച്ച് കൊടുക്കുക എന്നൊക്കെ പറയും. അതുപോലെ ആ വാക്കുകളൊക്കെ ശരിയോന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടിരിക്കുന്ന പഴയ വാക്കുകളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കുമ്പോഴേക്ക് എന്തിനാ വെറുതെ മുഖം വീർപ്പിച്ച് മാറിയിരുന്ന് വെറുതെ കലഹം ഉണ്ടാക്കുന്നത്? അങ്ങനൊരു ബന്ധമാണോ നിങ്ങൾ തമ്മിൽ, നിങ്ങളുടെ ഭാര്യയും ഭർത്താവും തമ്മിൽ, നിങ്ങളുടെ അപ്പനും മക്കളും തമ്മിൽ, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അമ്മയും നിങ്ങളും തമ്മിൽ? അങ്ങനൊരു ബന്ധത്തിന് ആരോ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടുകൊണ്ട് അങ്ങനെയൊക്കെ ആണോ ചാടേണ്ടത്? ഈ ശൗലിൻ്റെ ആത്മാവാണോ? ദാവീദ് ചോദിക്കുന്നു, എന്തിനാ അമ്മയോടാണെങ്കിലും അപ്പനോടാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് സ്നേഹത്തോടെ ചോദിക്കാമോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവനെ എന്താ നിങ്ങൾ വിളിക്കുന്നതെന്നറിയില്ല. എന്ത് വിളിച്ചാലും അങ്ങെന്തിനാ ഈ വല്ലവരും പറയുന്നത് കേൾക്കുന്നത്? നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയോട് സ്നേഹത്തോടെ ഒരു ദിവസമെങ്കിലും ഈ വാക്യം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ചോദിക്കാമോ, നീ എന്തിനാ ഈ വല്ലവരും പറയുന്നത് കേൾക്കുന്നത്? നമ്മൾ തമ്മിൽ അങ്ങനെ വല്ലവരുടെയും കെയർഫുള്ള ബന്ധമാണോ? കേട്ടുപോയി. ലോകത്തിൻ്റെ വ്യവസ്ഥ അങ്ങനെയാണ്. മറ്റുള്ളവരാരെങ്കിലും പറഞ്ഞാൽ 25 കൊല്ലം പണിതെടുത്ത വലിയ സൗദം ബന്ധം പോലും ഒരാൾ 2 പ്രാവശ്യം പറഞ്ഞാൽ പൊളിഞ്ഞു പോകും. അത്രയേ ഉള്ളൂ ലോകം. പക്ഷെ അത് പരിജ്ഞാനത്തോടെ ജീവിച്ചില്ലെങ്കിൽ ഈ ശൗലും ദാവീദും പാമ്പും കോണിയും, എന്താ പറയുക, കീരിയും പാമ്പും എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ നമുക്ക് ജീവിതകാലം മുഴുവൻ ശത്രുത്വം കളിച്ച് ജീവിച്ച് തീർക്കാന്നുള്ളൂ. എന്തിനാ ഇതൊക്കെ കേൾക്കാൻ പോകുന്നേ? നിങ്ങളുടെ ആത്മബന്ധങ്ങൾ എവിടെയെങ്കിലും ഈ വിധത്തിൽ തകർന്നിട്ടുണ്ടോ? ഈ വാക്യം വെച്ചോണ്ട് കേട്ടോ, ചുമ്മാ ഊഹാപോഹമല്ല, ഈ വാക്യം വെച്ചോണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓപ്പണായിട്ട് ദാവീദ് ചോദിച്ചതുപോലെ ശൗലിനോട് ചോദിച്ചോളൂ, ചോദിക്കേ.
മമ്മി എന്തിനാ ഇതൊക്കെ കേൾക്കാൻ പോകുന്നത്? ആരാ മമ്മീൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ വന്ന് ആരാന്നറിയണ്ട, ആരാന്നറിയാൻ നമുക്ക് വിഷമം കൂടുകയുള്ളൂ. ആര് പറഞ്ഞാലും ഞാനിവിടുത്തെ ആരാ, മമ്മി എൻ്റെ ആരാ? നമ്മൾ തമ്മിൽ ഒരു മൂന്നാം കടക്കാരൻ്റെ വാക്ക് കേട്ടിട്ട് വേണോ നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ? നിങ്ങളുടെ വിശ്വാസിയോടോ കർത്തൃദാസനോടൊക്കെ ചോദിക്കുക, നിങ്ങളുടെ മേലുദ്യോഗസ്ഥനോട് ചോദിക്കുക, സാറേ, സാറിനും എനിക്കും ഇടയിൽ പലരും കണ്ടേക്കാം, പക്ഷെ ഞാൻ അത്രക്കാരനല്ല, ഞാൻ അത്രക്കാരിയല്ല. എന്തിനാ? എന്നോട് നേരിട്ട് ചോദിച്ചോ, എന്നോട് നേരിട്ട് എന്നെ വിളിച്ചോ, എന്നെ ശാസിച്ചോ, എന്നെ വേണമെങ്കിൽ ഒന്ന് തല്ലിക്കോ. പക്ഷെ എന്തിനേ മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കുന്നത്? തെറ്റായ കാര്യങ്ങൾ, വെറും മൗഢ്യമായ കാര്യങ്ങൾ പറഞ്ഞ് കേട്ടിട്ട് എന്തിനാ ഈ അലമ്പുണ്ടാക്കുന്നത്? എന്തിനാ ഈ സുന്ദരമായ അന്തരീക്ഷം ഇല്ലാതാക്കുന്നത്? എന്തിനാ സ്വർഗം നരകമാക്കുന്നത്? എന്തിനാ എരുതിയിൽ എണ്ണ കോരി ഒഴിക്കുന്നത്? എന്തിനാ ഇങ്ങനെ നല്ല ദിവസങ്ങളെ നശിപ്പിച്ച് കളയുന്നത്? നല്ല കാലം എന്തിനാ പിച്ച് ചിന്തി കളയുന്നത്? ആ ചോദ്യം ഞാൻ ഒന്നോടെ ചോദിക്കും. എനിക്ക് ഒത്തിരി ആ ദാവീദിൻ്റെ മനസ്സിഷ്ടപ്പെട്ടു. ദാവീദ് നിനക്ക് ദോഷം വിചാരിക്കുന്നു എന്ന് പറയുന്നവരുടെ വാക്ക് നീ കേൾക്കുന്നത് എന്ത്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ആരുടെ വാക്കാ കേൾക്കുന്നത്? ഭയങ്കര കള്ളത്തരത്തിന് കൈയും കാലും വെച്ചവർ നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കൂലല്ലോ. എല്ലാവരും ചക്കരയും പഞ്ചാരയും അല്ല. വെറുതെ ഈ പറഞ്ഞു വരുമ്പോഴേ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇവർ പറയുന്നതിൻ്റെ പുറകിൽ വെറും പിശാചിൻ്റെ ആത്മാവ്. ഇത് തിരിച്ചറിയാനുള്ള ബോധം നമുക്കില്ലാതെ പോയാൽ നമ്മൾ നശിക്കത്തുള്ളൂ. ആ ബോധം ശൗലിനില്ലായിരുന്നു. നിങ്ങൾക്കെങ്കിലും ഉണ്ടാകട്ടെ. ഒന്ന് തിരിച്ചറിയുക, സുന്ദരമാക്കുക ജീവിതം. ഈ ലോകത്തിൽ നടക്കുന്ന സകല പ്രശ്നത്തിൻ്റെയും പുറകിൽ ഇതുപോലത്തെ കൊള്ളരുതാത്തവരുണ്ട്. ദാവീദ് ദോഷം വിചാരിക്കുക, നിനക്കെതിരെ എന്തൊക്കെയോ ചെയ്തിട്ടാവും വന്നിരിക്കുന്ന, അടുപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് വെറുതെ ബന്ധങ്ങളെ അകറ്റുന്ന ദുഷ്ടന്മാർ, അവരെ വിട്. നമുക്ക് ഓപ്പണായി ചോദിക്കാം, സ്നേഹിക്കാം, ഒന്ന് ചേർന്ന് നിൽക്കാം. എന്നിട്ട് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും. ദൈവത്തിൽ ആശ്രയിക്കുക, ഈ വചനത്തെ മുറുകെ പിടിക്കുക. ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ എനിക്ക് പിടികിട്ടുന്നത് പോലെ നിങ്ങൾക്ക് പിടികിട്ടണമേ, മനസ്സിലാകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനത് റെക്കോർഡ് ചെയ്ത് അയക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഗ്രഹിക്കണം, മനസ്സിലാക്കണം, എന്നിട്ട് സമാധാനത്തോടെ ജീവിക്കണം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഞങ്ങൾക്ക് തരുന്ന ദിവ്യ ആലോചനയ്ക്കായി സ്തോത്രം. ദീർഘകാലം ശത്രുക്കളെപ്പോലെ പെരുമാറി വല്ലാതെ ഉപദ്രവിച്ച് നടന്ന ശൗലിനോട് ദാവീദ് ചോദിച്ച ചോദ്യം ഞങ്ങളുടെ ഹൃദയത്തെ തൊട്ടൊരു ചോദ്യമാണപ്പ. ഒത്തിരി പേരോട് ഈ ചോദ്യം ചോദിക്കണം ഞങ്ങൾക്കുണ്ട്. കർത്താവ് ഇടപെട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്ന് പരിഹരിക്കണേ. എല്ലാം എന്നെ കേൾക്കുന്ന എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ ഇതുപോലെ ആരോ പറഞ്ഞ് കേട്ടിട്ട് വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നൊരു വിടുതലുണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.